കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ പറഞ്ഞ കാര്യം സാധിച്ചു തന്നാൽ നിന്റെ ആഗ്രഹം ഞാനും സാധിച്ചു തരും. അതിന് 2 ദിവസമൊന്നും വേണ്ട മേഡം. ഞാൻ ഇന്ന് തന്നെ ആ നമ്പർ സംഘടിപ്പിച്ചു തരാം. സ്വർണ്ണവള മേടിച്ചു വെച്ചു. അവളെ ഏറ്റു. പക്ഷേ ഈ വിഷ്ണുവിന്റെ നമ്പർ എങ്ങനെ കിട്ടും? അതറിയാവുന്നത് ജഗന്നാഥൻ സാറിന്. അപ്പോ ആദ്യം ജഗന്നാഥൻ സാറിന്റെ നമ്പർ സംഘടിപ്പിക്കണം. അഖിൽ സാറാണല്ലോ. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ഇവിടേക്ക് എന്തിനാവും വന്നേ? അയ്യോ, എങ്ങോട്ടാ? ആരെ സ്വീകരിക്കാൻ പോവാടി? ഇവിടെ ഇപ്പൊ ആണുങ്ങൾ ആരുമില്ല, അമ്മയുമില്ല. അവര് വരുന്നത് വരെ നിന്റെ ഉത്തരവാദിത്വം എനിക്കാ. അഖിൽ സാർ എന്തിനാ വന്നോന്നൊന്ന് ചോദിച്ചിട്ട്? നീ ഇപ്പൊ ഒന്നും ചോദിക്കാൻ പോണ്ട. അയ്യോ, ആവശ്യത്തിനുള്ളത് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയല്ലോ. ഇനി അവനെയും കൂടി വിളിച്ച് കയറ്റി സൽക്കരിക്കണോ? എടുത്തി ഒന്ന് പതുക്കെ പറ. അയ്യോ, എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നീ അങ്ങോട്ട് മാറി നിന്നെ. ഞാൻ ചെന്ന് അയാളെ പറഞ്ഞു വിട്ടോളാം. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ തന്നെ ചെന്ന് പറഞ്ഞോളാം. നീ ഇപ്പൊ അയാളെ കാണാൻ മുറ്റത്തേക്ക് ചെന്നാലേ ഈ ഒരൊറ്റ കാരണം മതി ആലോചിച്ച് വെച്ചിരിക്കുന്ന നിന്റെ കല്യാണം മുടങ്ങാൻ. എന്താ നിനക്ക് സംസാരിക്കണോടി? ഇപ്പൊ ഞാൻ പറയുന്നത് അനുസരിച്ചോ. പുറത്തേക്ക് കണ്ടുപോവരുത്. പോടി പോടി. ഇപ്പൊ ശരിയാക്കി തരാം. അതെ, അവിടെ നിന്നാ മതി. ഞാൻ ശ്യാമയൊന്ന് കാണാൻ വന്നതാ. ശ്യാമയെ കാണാനോ? അതിനിപ്പോ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. പ്ലീസ് ഒരു 2 മിനിറ്റ്. ശ്യാമയോട് ഒരു സോറി പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ തന്നെ പൊക്കോളാം. പറഞ്ഞത് മനസ്സിലായില്ലേ? അവൾ ഇവിടെ ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവത്തില് ശ്യാമയ്ക്കുണ്ടായ ബുദ്ധിമുട്ടിന് മാപ്പ് പറയണം. നിങ്ങളുടെ ഒരു മാപ്പും ഇവിടെ വേണ്ട. ഞാൻ പറയുന്നൊന്ന് സമാധാനമായിട്ട് കേട്ടൂടെ? ഞങ്ങളുടെ സമാധാനം കളയാതെ ഒന്ന് പോയി തരാവോ? ഇനി ഈ കാര്യവും പറഞ്ഞ് ഇവിടെ വന്നു പോവരുത്. ആളെ കൂട്ടി ഞങ്ങളങ്ങ് ഓടിക്കും. കാശുള്ള വീട്ടിലെ ആണുങ്ങൾക്ക് കേറി ഇറങ്ങാനുള്ള വീടല്ലിത്. എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കേ. ഒരു മാപ്പ് പറയാൻ വന്നിരിക്കുന്നു. വിട്ടു. നാണോ മാനോ ഉള്ളവനാണെങ്കിൽ ഈ ജന്മത്ത് അവൻ ഈ വീടിന്റെ മുറ്റത്ത് കയറില്ല. ജയന്തി ആരാന്നാ വിചാരിച്ചേ? എന്നോടാ കളി. അഖിൽ സാർ, താൻ വീട്ടിലില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടോ? ഏട്ടത്തി ദേഷ്യത്തിൽ എന്തോ പറഞ്ഞതാ. അഖിൽ സാർ അത് കാര്യമായിട്ട് എടുക്കരുത്.
കുറ്റബോധം കൊണ്ടാ ഞാൻ ശ്യാമയെ കാണാൻ വന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്റെ വീട്ടുകാർ തന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു അല്ലേ. എന്റെ അമ്മയും ഏട്ടത്തിയൊക്കെ ശ്യാമ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത് മറന്ന് മോശമായിട്ട് സംസാരിച്ചു. ഇനി അവിടെ വരരുതെന്ന് താക്കീത് ചെയ്തിട്ടും ഞാൻ വന്നത് എന്റെ തെറ്റാ. അത് അരുന്ധതി മാഡം നിർബന്ധിച്ചതുകൊണ്ടാ. എനിക്ക് മനസ്സിലായി. വീട്ടിൽ വെച്ച് നടന്നതിനെല്ലാം നേരിട്ട് കണ്ട് ശ്യാമയോട് മാപ്പ് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാ കാണാമെന്ന്. സോറി ശ്യാമ. അയ്യോ എന്റെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. അയ്യോ, എന്നെ പോലെ ഒരാളോട് ക്ഷമ ചോദിക്കാൻ സാറ് വരേണ്ടിയിരുന്നില്ല. എനിക്കങ്ങനെ തോന്നി. തന്റെ മനസ്സിന് മുറിവ് പറ്റിയില്ല എന്ന് പറയാവോ? ഇല്ലാത്ത കാര്യങ്ങൾ ചേർത്ത് വെച്ച് എന്നെപ്പറ്റി വൃത്തികെട്ട കാര്യങ്ങൾ സംസാരിച്ചപ്പോ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഇപ്പോ എന്റെ മനസ്സ് വേദനിച്ചു എന്ന തിരിച്ചറിവില് അഖിൽ സാർ എന്നെ തേടി വന്നില്ലേ. ആ നിമിഷം ഞാൻ എന്റെ സങ്കടങ്ങളും മറന്നു. ഞാൻ ഓടിയെത്തിയത് എന്റെ ഏട്ടത്തെ സാറിനോട് മോശമായിട്ട് സംസാരിച്ചത് മനസ്സിൽ വെച്ചോണ്ടിരിക്കരുതെന്ന് പറയാനാ. അത് ഞാൻ അപ്പോഴേ മറന്നു. നിങ്ങളൊക്കെ പണക്കാരാ, ഞങ്ങള് പാവപ്പെട്ടവരും. ആ ഒരു അന്തരം എന്നും ഉണ്ടാവും. ചേർത്ത് വെച്ചാൽ ചേരില്ല. അതുകൊണ്ട് ഒരു കാര്യം കൂടി സാറിനോട് പറയാനായി വരവ്. അഖിൽ സാറ് ടെറസിന്ന് വീഴാൻ തുടങ്ങുന്നത് കണ്ട ഞാൻ രക്ഷിച്ചത്. അതിനെനിക്ക് കിട്ടിയ അധിക്ഷേപങ്ങളൊക്കെ സാറിന് അറിയാലോ. ഇനി സാറിനെ കാണാൻ വന്നാ അതിന് വേറെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവും. ഇതെന്റെ പേഴ്സണൽ വിഷയമാണ്. ഞാൻ പറയുന്നതും പേഴ്സണലാ. ഇനി നാണിക്കേടും അപമാനവും ഏൽക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് സാറിനി എന്നെ കാണാൻ വരരുത്. നമ്മൾ തമ്മില് ഇനി കാണരുത്. മനസ്സത്രയ്ക്ക് വ്രണപ്പെട്ടതുകൊണ്ടാ പറയുന്നത്. എന്റെ കൊച്ചു ലോകത്ത് ഞാൻ സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ. നീ എന്താണ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എത്ര നേരം ഞാൻ വിളിക്കുന്നു. അപ്പൊ ഞാൻ അമ്മയുടെ കോൾ എടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമം ഉണ്ടാവുമല്ലേ? പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരു പെണ്ണിനെ അപമാനിക്കുന്നതിൽ ഒരു മടിയില്ലല്ലോ. നീ എന്താടാ ഈ പറയുന്നേ? ഇന്നത്തെ ചടങ്ങ് ഒരു പെണ്ണ് കാരണം മുടങ്ങിയ സങ്കടത്തില ഞാൻ. ആ പെണ്ണിന്റെ കാര്യം തന്നെ ഞാൻ പറയുന്നത്. നീ ആരുടെ കാര്യം പറയുന്നേ? എന്നെ ബോധപൂർവ്വം മയക്കെടുക്കാൻ വന്നവളെന്ന് ആക്ഷേപിച്ച് ഇറക്കി വിട്ടില്ലേ ഒരു പാവം പെണ്ണിനെ, ശ്യാമ. ഞാൻ അവളെ കാണാനാ പോയത്. അമ്മ ഞെട്ടണ്ട. ഞാൻ അവളെ പോയി കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ക്ഷമയും ചോദിച്ചിട്ടാ വരുന്നത്. നീ അവളെ കണ്ട് ക്ഷമ പറഞ്ഞു? എന്ത് ചേ? അമ്മ ശ്യാമയോട് പറഞ്ഞതും പ്രവർത്തിച്ചതും വെച്ച് നോക്കുമ്പോ ഒരു തെറ്റും ചെയ്യാത്ത അവളുടെ കാല് പിടിച്ചാ മാപ്പ് പറയേണ്ടത്. എന്ത് കണ്ടിട്ടാ നിങ്ങൾ അവളെ വൃത്തികെട്ടവളായി ചിത്രീകരിച്ചത്? എന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചാണോ കുറ്റം? കാണിച്ചതൊട്ടും ശരിയായില്ലമ്മേ. അമ്മ അതിനൊന്നും കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. ഒരു പെണ്ണിന്റെ വിശുദ്ധിയെ നിങ്ങൾ എല്ലാരും ചേർന്ന് ആക്ഷേപിച്ച് വിട്ടത്. അതിൽ അമ്മയാ ഒന്നാമത്തെ തെറ്റുകാരി. ഇനി അവളെ കുറിച്ചൊരു വാക്ക് പോലും മോശമായിട്ട് സംസാരിക്കരുത്.
കാണിച്ചതൊട്ടും ശരിയായില്ലമ്മേ. അമ്മ അതിനൊന്നും കൂട്ടി നിൽക്കാൻ പാടില്ലായിരുന്നു. അതിലമ്മയാ ഒന്നാമത്തെ തെറ്റുകാരി. ഇനി അവളെ കുറിച്ചൊരു വാക്ക് പോലും മോശമായിട്ട് സംസാരിക്കരുത്. അമ്മേ, അഖിൽ അവളെ കാണാൻ പോയെങ്കിൽ സൂക്ഷിക്കണം. അവനിപ്പോ അമ്മയ്ക്ക് നേരെ കൈ ചൂണ്ടി സംസാരിച്ചെങ്കിൽ അതിനർത്ഥം ആ ശ്യാമ അഖിയെ മയക്കിയെടുത്തു. നിർത്ത്. പോ, എന്റെ അടുത്തുനിന്ന് പോവാൻ. ശ്യാമയുടെ മടിയിൽ തളർന്നു കിടക്കുന്ന അഖിൽ. ആ കാഴ്ച കണ്ടാലേ അവർ തമ്മിൽ പ്രണയത്തിലാണെന്നേ വിചാരിക്കൂ. ശ്യാമയും അഖിലും തമ്മിൽ ഒരു അടുപ്പുണ്ടാകുന്നത് നമുക്ക് നല്ലതാണ് അല്ലേ ജഗൻ? നമ്മുടെ ജോലി കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഫംഗ്ഷൻ ആരംഭിക്കുന്നതിന് മുൻപേ അഖിൽ മയങ്ങി വീഴണമെങ്കിൽ ഉറപ്പായും അയാൾ കുടിച്ച ജ്യൂസിൽ ആരോ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ട്. ജ്യൂസ് നിന്നെ ഏൽപ്പിച്ചത് വിസ്മയാണെന്നല്ലേ പറഞ്ഞത്? അഖിലിനെ മയക്കിയിട്ട് അവർക്ക് എന്താണ് നേട്ടം? അഖിലല്ല, ഞാനായിരുന്നിരിക്കണം അവരുടെ ലക്ഷ്യം. പക്ഷേ അത് കുടിച്ചത് അഖിലായിപ്പോയി. ആ ഫംഗ്ഷനിൽ വെച്ച് അബോധാവസ്ഥയിൽ നക്ഷത്ര പെരുമാറിയാൽ വിവാഹാലോചന മുടങ്ങും. അതായിരുന്നിരിക്കണം ജ്യൂസിൽ ഡ്രഗ്സ് കലക്കിയവരുടെ ലക്ഷ്യം. അതാരാണെന്ന് അന്വേഷിക്കണ്ടേ? നക്ഷത്ര ആനന്ദവർമ്മയുടെ മരുമകളായി വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരോ ഒരാൾ ആ വീട്ടിലുണ്ട്. അല്ലെങ്കിൽ ആ വീട്ടുകാരെ പോലെ അവിടെ സ്വാതന്ത്ര്യമുള്ള മറ്റാരെങ്കിലും. ഗായിക വിസ്മയും അരുന്ധതി ദേവിയും ആ വീട്ടിലെ സന്ദർശകരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോ അവരാരെങ്കിലും ആണെങ്കിലോ? നക്ഷത്ര ഒഴിവായാൽ മകളുടെ പ്രപ്പോസൽ വെക്കാമെന്ന് അരുന്ധതിയുടെ കുരുട്ടുബുദ്ധിയിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നക്ഷത്ര പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള ആൾ അവരായിരിക്കും. നക്ഷത്ര ആ വീട്ടിലെ മരുമകളായി ചെല്ലാതിരിക്കാൻ വേണ്ടിയല്ലേ അവരൊക്കെ ഈ ശ്രമിക്കുന്നത്. അതൊരിക്കലും നടക്കില്ല എന്ന് ഈ വിഡ്ഢിത്തം കാണിക്കുന്നവർക്ക് അറിയില്ലല്ലോ. അതല്ല ജഗൻ, നമ്മൾ നക്ഷത്രയെ വെച്ചാണ് ഈ ഗെയിം നടത്തുന്നത്. അതിനിടയിൽ മറ്റൊരു പെണ്ണിനെ അഖിലിന്റെ ഭാര്യയാക്കാൻ അവർ തീരുമാനിച്ചാൽ പദ്ധതി പൊളിയും. നക്ഷത്രയ്ക്ക് പകരം ശ്യാമ, അതല്ലാതെ മറ്റൊരു പെണ്ണും അവരുടെ ചിന്തയിൽ പോലും ഉണ്ടാവരുത്. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. എടുക്ക്, ചിലപ്പോ നമുക്ക് പ്രയോജനമുള്ള ആരെങ്കിലും ആണെങ്കിലോ. ഹലോ, ജഗന്നാഥൻ സാറാണോ? അതെ, നിങ്ങളാരാ? ഞാനേ അരവിന്ദന്റെ വൈഫാ, ജയന്തി. ആ ഇടയ്ക്ക് വിദ്വാൻ വാസുദേവന്റെ. ഓ, മനസ്സിലായി. എന്താ ജയന്തി? അച്ഛന്റെ ഡയറിന്നാ ഞാൻ സാറിന്റെ നമ്പർ തപ്പി വിളിച്ചത്. പക്ഷേ വേറെ ആരും അറിയാതെ ഞാൻ വിളിക്കുന്നേ. സാർ എനിക്കൊരു ഉപകാരം ചെയ്യണം. ആ ശ്യാമയെ കാണാൻ വന്ന ആ വിഷ്ണുവിന്റെ നമ്പർ ഒന്ന് തരണം. എന്തിനാ വിഷ്ണുവിന്റെ നമ്പർ? ജയന്തിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. അയ്യോ, എനിക്കല്ല, വിഷ്ണുവിനോട് സംസാരിക്കണമെന്നേ ശ്യാമയ്ക്ക് ഒരു ആഗ്രഹം. ഈ റൊമാൻസേ ശ്യാമയ്ക്ക് നേരിട്ട് ചോദിക്കാൻ മടിയായതുകൊണ്ടാ. ഇനിയുള്ള റൊമാൻസ് ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ഇനി അത് പോരാന്നുണ്ടെങ്കിൽ ഞാൻ വിഷ്ണുവിന്റെ നമ്പർ വാസുവേട്ടന്റെ കയ്യിൽ കൊടുക്കാം. വീട്ടുകാരറിഞ്ഞ് അവര് വിളിച്ചോട്ടെ. അയ്യോ, അച്ഛന്റെ കയ്യിൽ കൊടുക്കണ്ട, അത് കുഴപ്പവും. ഒരു കുഴപ്പവും വരില്ല. എന്തും വീട്ടുകാര് പരസ്പരം അറിഞ്ഞ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ കൊടുത്തോളാം. അയ്യോ, കൊടുക്കല്ലേ, നമ്പർ വേണ്ട. ഞാൻ വിളിച്ച കാര്യം പോലും പറയല്ലേ. സാറിന് സുഖമല്ലേ? വെച്ചേക്കട്ടെ. ഹലോ ഹലോ, രക്ഷപ്പെട്ടു. വാസുവേട്ടന്റെ മരുമകൾക്ക് എന്തിനാ വിഷ്ണുവിന്റെ നമ്പര്? അവൾ ഈ കല്യാണം മുടക്കാനുള്ള പദ്ധതിയാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കാണും. ഓക്കെ, ഇത് ഞാൻ വാസുവേട്ടനെ കൊണ്ട് തന്നെ ക്ലിയർ ചെയ്തോളാം.
താൻ ഇത്രയ്ക്ക് സെന്റിമെന്റലായാലും. ഞാൻ അവൻ എന്റെ ഉള്ളം കയ്യിൽ കൊണ്ടു നടന്നതല്ലേ. എന്റെ മുഖത്ത് നോക്കി ആദ്യമായിട്ട് അവനിങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുന്നേ. പ്രായത്തിന്റെ എടുത്തുചാട്ടമാണെന്ന് കരുതി ക്ഷമിക്കണം. അവന് വേണ്ടി ജീവിക്കുന്ന എന്നെ സങ്കടപ്പെടുത്തിയിട്ട് അവൻ എന്ത് നേടാനാ? അവന്റെ ഓരോ വാക്കും എന്റെ ഹൃദയത്തെയാ മുറിക്കുന്നത്. അവന്റെ ഓരോ വാക്കും നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പരസ്യമായി നിങ്ങളുടെ ഒക്കെ ആക്ഷേപങ്ങൾ കേട്ട ആ പെൺകുട്ടി എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ആനന്ദേട്ടൻ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? ആ കാഴ്ച ആനന്ദേട്ടനും കണ്ടതല്ലേ? ആ സിറ്റുവേഷന് പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കണമായിരുന്നു? അതിന്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കണമായിരുന്നു. അങ്ങനെ കീറി മുറിച്ച് പരിശോധിക്കാൻ ഞാൻ ഡോക്ടറോ സയന്റിസ്റ്റോ ഒന്നുമല്ല. മകനെ സ്നേഹിക്കുന്ന ഒരു അമ്മയാ. കൺമുമ്പിൽ കണ്ടതാ എന്റെ സത്യം. അമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ മാത്രം നീ വളർന്നു അല്ലേ? ഈ വീട്ടിലെ അവസാന വാക്ക് അമ്മയാ. നമ്മളൊക്കെ കരുതുന്നതിനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന അമ്മയ്ക്ക് നേരെ നീ വിരൽ ചൂണ്ടി സംസാരിച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താടാ? നിനക്ക് ഈ വീട്ടിൽ എന്തു ആവാന്നോ? എവിടെയുള്ള ഒരു പെണ്ണിന്റെ പേരില നീ അമ്മയോട് അതിരി വിട്ട് സംസാരിച്ചത്? നിന്റെ മനസ്സിൽ എന്താ മോനെ? ഞാൻ അമ്മയോട് മോശമായിട്ട് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. ഞാൻ സംസാരിച്ചത് എല്ലാവരും ചേർന്ന് അധിക്ഷേപിച്ച് ഇറക്കി വിട്ട ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാ. ഈ വീട്ടിൽ വെച്ച് അവൾക്കുണ്ടായ അപമാനത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലേ? അഖിലേ, വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ മുമ്പിലാ മറ്റൊരുത്തിയുടെ മടിയിൽ തലവെച്ച് നീ കിടന്നത്. ആ കാഴ്ച കണ്ട് പെറ്റമ്മ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രതികരിക്കും? എടാ, ഞങ്ങളെക്കാളേറെ അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ശ്രദ്ധ കൊടുക്കുന്ന ആ മനസ്സ് നിനക്ക് കാണാൻ പറ്റില്ലല്ലോടാ. ആ പെൺകുട്ടിയോട് അഖിൽ സോറി പറഞ്ഞെങ്കിൽ അത് അവന്റെ വലിയ മനസ്സാണെന്ന് ഞാൻ പറയും. ആനന്ദേട്ടനും അവനെ ന്യായീകരിക്കണോ? അല്ല, അഭിനന്ദിക്കുകയാണ്. നമ്മൾ കാരണം അപമാനിക്കപ്പെട്ടു പോയ ആ പെൺകുട്ടിയുടെ മനസ്സ് നമ്മുടെ മകന് മനസ്സിലായി. ഒരു പെണ്ണായ നീ സ്വന്തം മകന്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റൊരു പെണ്ണിനെ തരം താഴ്ത്തി സംസാരിച്ചു. ആ തെറ്റിന് അഖി അവളോട് ക്ഷമ പറഞ്ഞ് അവളുടെ അന്തസ്സ് ഉയർത്തി. അതവന്റെ നല്ല മനസ്സല്ലേ? അമ്മയുടെ പ്രതീക്ഷകളെക്കാൾ വലുതാണോ എവിടുന്നോ കയറി വന്ന ആ പെണ്ണ്? അവക്ക് വേണ്ടിയല്ലേ അഖി എന്നെ? നീ എന്തെങ്കിലും ഒരു മറുപടി പറ. അമ്മയോട് ഒച്ച വെച്ച് സംസാരിക്കാൻ മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്? ചെയ്തത് തെറ്റാണെന്ന് തോന്നിയാൽ അതിന് ക്ഷമ ചോദിക്കാൻ കൂടുതൽ ബന്ധത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ യാതൊരു ബന്ധമില്ലാഞ്ഞിട്ടാണോ ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞു വിട്ടവള് വീണ്ടും എത്തിയത്? അവളുണ്ടായിരുന്നോണ്ട് നിങ്ങൾ എന്നെ ഇപ്പോഴും ജീവനോടെ കാണുന്നു. അബോധാവസ്ഥയിൽ ടെറസിൽ നിന്ന് വീഴാൻ തുടങ്ങി എന്നെ രക്ഷിച്ചത് ശ്യാമയാണെന്ന് കൂടി ഓർക്കണം. നിനക്ക് ലഹരി കലർത്തി തന്നത് ഈ ശ്യാമയാണെങ്കിലോ? അറിഞ്ഞട്ടാ, അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. അല്ലെങ്കിൽ പിന്നെ അവൾ എങ്ങനെ ടെറസിലെത്തി? അവളൊരു ഫ്രോഡാണെന്ന് ഐശ്വര്യ പറഞ്ഞത് സത്യമാ. പ്ലീസ്, എല്ലാവരും കൂടി ആ പാവം പെണ്ണിനെ വീണ്ടും ദ്രോഹിക്കരുത്. അവള് നിനക്ക് പാവമായിരിക്കും, പക്ഷേ നീ ഇപ്പോ അമ്മയോട് ഒച്ച വെച്ച് സംസാരിച്ചതും കുറ്റവാളിയെ പോലെ ചോദ്യം ചെയ്തതും അവൾക്ക് വേണ്ടിയാ. അത് സഹിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റില്ല. ഇതുവരെ അച്ഛൻ പോലും അമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല, മനസ്സ് കലങ്ങുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. പക്ഷേ നീ അത് ചെയ്തു. അതും നിന്നെ ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു കുഞ്ഞിനെ പോലെ സംരക്ഷിക്കുന്ന അമ്മേ. നീ പോയി അമ്മയോട് ക്ഷമ പറ. ദേ, ആ സങ്കടം മാറാതെ ഞങ്ങൾ ഇനി നിന്നോട് സംസാരിക്കില്ല. മക്കളെ, സ്നേഹിക്കാനും ക്ഷമിക്കാനും ആരും നിർബന്ധിക്കാൻ പാടില്ല. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ തോന്നണം. അച്ഛാ, ഇവൻ ആനന്ദ് വർമ്മയുടെ 3 മക്കളും എന്നും എപ്പോഴും ഒരുമിച്ച് നിൽക്കണം. ഒരു നിസ്സാര കാര്യത്തിന് വാശി പിടിക്കാനോ വഴക്കടിക്കാനോ പാടില്ല. പക്ഷെ അച്ഛാ, ഇവൻ ആരാണെന്നെ വിചാ? മതി.
നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ബോധം യവനുമുണ്ട്. ഇനി ഈ കാര്യം നിങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട. യവനെ തനിച്ചു വിട്ടേക്ക്. മോനെ, നീ ചെയ്തത് മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നവനാ ഞാനും. പക്ഷേ ചില കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കെതിരെ നിൽക്കുന്നത് ആരാണെന്നും കൂടെ നോക്കണം. സാധാരണ അമ്മമാര് മക്കളെ വളർത്താൻ ഏറെ ബുദ്ധിമുട്ടുന്നത് 5-ാം വയസ്സ് വരെയാണ്. പക്ഷേ ഇപ്പോഴും നിന്റെ ജീവിതത്തിലെ ഓരോ മിനിറ്റിലും എൻ്റെ മകൻ ഒന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുള്ള നിന്റെ അമ്മ. മകൻ തന്നെ വളർത്തിയാൽ താനെന്ന് വിളിക്കാം അച്ഛന്. പിന്നെ അവൻ അച്ഛനെ കൂട്ടുകാരനാ. പക്ഷേ അമ്മ അങ്ങനെയല്ലല്ലോടാ. അവൾക്ക് നീ എപ്പോഴും മകനാ. മകൻ കടുപ്പിച്ചൊരു വാക്ക് പറഞ്ഞാൽ അമ്മയുടെ ഹൃദയം നോവും. അമ്മയോട് എന്തു പറയുമ്പോഴും അത് ഓർക്കണം. അമ്മയുടെ കണ്ണു നിറയാതെ നോക്കണം. അതാ മകന്റെ കടമ.